പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് വാച്ചിനെ കുറിച്ചുള്ളതാണ്. സ്മാർട്ട് വാച്ച്, ആപ്പിൾ കോപ്പി സ്മാർട്ട് വാച്ച്. ഇതാണത്. നമുക്കിതിൻ്റെ അൺബോക്സിംഗ് ഒന്ന് നോക്കാം. ഇതിനെക്കുറിച്ചുള്ള ഫീച്ചേഴ്സൊക്കെ നമുക്കൊന്ന് നോക്കാം. ഞാനിപ്പോൾ കയ്യിൽ കെട്ടിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ഇതിൻ്റെ ഒരു സമയമാണ്, ഇതിൻ്റെ ഒരു ട്രെൻഡാണ്. ഇപ്പോൾ എല്ലാവരും സ്മാർട്ട് വാച്ച് ഉപയോഗിക്കാൻ താല്പര്യപ്പെടുന്നവരാണ്. കണ്ടില്ലേ, ആർക്കും ഇത് യൂസ് ചെയ്യാം. കുട്ടികൾക്കും വലിയവർക്കും ആണിനും പെണ്ണിനും ഒക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. അത്രയും ഒരുപാട് ഫീച്ചേഴ്സ് ഇതിനുള്ളിലുണ്ട്. നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സ് കുറേയൊക്കെ ഒന്ന് നോക്കാം. ഫുള്ളായിട്ട് നോക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ലെങ്കിലും ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് ഇതിൽ. നമുക്കിതിൻ്റെ സൂം വീഡിയോ ഒന്ന് പരിചയപ്പെടാം. ഇത് കണ്ടില്ലേ, ആർക്കും യൂസ് ചെയ്യാം. വളരെ സിമ്പിളാണ്, യൂസ് ചെയ്യാൻ എളുപ്പമാണ്, നല്ല ഭംഗിയാണ്. ഇതിൻ്റെ പ്രത്യേകത ഏറ്റവും ഒരു സ്റ്റൈലാണ്. ഇത് ഒറിജിനൽ ആപ്പിളിനെ വെല്ലുന്ന എന്ന് വേണമെങ്കിൽ പറയാം. ആപ്പിളിൻ്റെ കോപ്പിയാണ് ഇത്, ഒറിജിനൽ അല്ല, പ്രത്യേകം എടുത്ത് പറയുന്നു. അല്ലെങ്കിൽ ആർക്കും ഇത് ഒറ്റ നോട്ടത്തിൽ ആർക്കും ഇത് മനസ്സിലാവില്ല. അത്രയും സ്റ്റൈലായിട്ടുള്ള ഒരു അത്രയും സ്റ്റൈലാണ്. നല്ല രീതിയിലാണ് ഇത് കമ്പനി ഇത് നിർമ്മാണം, നല്ല ബിൽഡ് ക്വാളിറ്റിയാണ്. നമുക്കിതിൻ്റെ സൂം വീഡിയോ ഒന്ന് നോക്കാം. ഇതാണ് നമ്മുടെ വാച്ചിൻ്റെ ബോക്സ്. ഇങ്ങനെയാണ് വരുന്നത്. ഇതിലിത് എഴുതിയിട്ടുണ്ട് W26 ആപ്പിളിൻ്റെ കോപ്പി വാച്ചാണ്. ഒന്നുകൂടി എടുത്ത് പറയുന്നു. ഓക്കെ, ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഇതിൽ മെയിൻ ഫീച്ചേഴ്സ് സ്പോർട്സ് ഹാർട്ട് റേറ്റ് ആൻഡ് തെർമോമീറ്റർ എന്ന് എഴുതിയിട്ടുണ്ട്. കാരണം പ്രത്യേകം ഇത് എടുത്ത് പറയുന്നത് ഇതിൻ്റെ സ്പോർട്സ് സംബന്ധമായ ഒരുപാട് കാര്യങ്ങൾ. ഇതിൽ സ്മാർട്ട് വാച്ച് പ്ലസ് ചാർജർ മാനുവൽ. ഓക്കെ, ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതിനുള്ളിൽ ഒരു കാറ്റലോഗ് ഉണ്ട്. നല്ല നീളമുള്ള കാറ്റലോഗാണ്, ഒരുപാടുണ്ട്. ഒരു ഭാഗത്ത് ഇംഗ്ലീഷും ഒരു ഭാഗത്ത് ചൈനീസുമാണ് ഇത് എഴുതിയിട്ടുള്ളത്. ഒരുപാട് ഫീച്ചേഴ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഇതിലിപ്പം ബാർകോഡ് കൊടുത്തിട്ടുണ്ട്. ഈ ബാർകോഡ് സ്കാൻ ചെയ്ത് നമുക്കിതിൻ്റെ നേരെ സോഫ്റ്റ്വെയറിലേക്ക് പോകാം. ഇതിൻ്റെ സോഫ്റ്റ്വെയർ വരുന്നത് മൊബൈലിൽ സോഫ്റ്റ്വെയർ ഇല്ലെങ്കിലും കണക്റ്റ് ചെയ്യാം മൊബൈൽ ബ്ലൂടൂത്ത് വഴി. അല്ലാതെ സോഫ്റ്റ്വെയർ കൂടെ ആണെങ്കിൽ നമുക്ക് ഫുൾ ഓപ്ഷൻസ് ഉപയോഗിക്കണമെങ്കിൽ ആക്റ്റീവ് ഇതിൽ എന്നാണ് ഇതിൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ നെയിം വരുന്നത്, ആക്റ്റീവ്. അത് നിങ്ങൾക്ക് നേരിട്ട് ഗൂഗിൾ പേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, പിന്നെ കണക്ട് ചെയ്യുന്നതൊക്കെ സാധാരണ എല്ലാവർക്കും അറിയാവുന്നതാണ്. നമുക്കിത് സൈഡിലേക്ക് വെക്കാം. അതുപോലെ പിന്നീട് ഇതിൽ വരുന്നത് ഒരു കേബിൾ, ചാർജിങ് കേബിൾ, മാഗ്നറ്റിക് കേബിളാണ് ചാർജിങ്ങിന് വരുന്നത്. പവർ ബാങ്കിലോ അല്ലെങ്കിൽ സാധാരണ മൊബൈൽ ചാർജറിലോ കമ്പ്യൂട്ടറിലോ ഒക്കെ ഇത് ചാർജ് ചെയ്യാൻ പറ്റും. ഇതൊരു മാഗ്നറ്റിക്കാണ് വരുന്നത്. അതുപോലെ വാച്ച്. ഇതൊക്കെയാണ് ബോക്സിലുള്ളത്. ഓക്കെ, കണ്ടില്ലേ, നല്ല സ്റ്റൈലും വാച്ചാണ്. ഇതിൻ്റെ മെറ്റീരിയലാണ് ഒരു പ്രത്യേകത. കാരണം ഇതിൻ്റെ അടിഭാഗം കാണാൻ തന്നെ എനിക്ക് ഭയങ്കര ഹൈ ക്വാളിറ്റിയിലാണിത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. കാരണം സെറാമിക്കാണിത്. എനിക്ക് തോന്നുന്നു ഇത് നമുക്ക് എവിടെയെങ്കിലും വെച്ചാൽ അടിച്ചു കഴിഞ്ഞാൽ പൊട്ടാൻ ചാൻസ് കൂടുതലാണ്. വാട്ടർ പ്രൂഫാണ്. അതുകൊണ്ട് പക്ഷേ വെള്ളത്തിൽ മുക്കി വെക്കാനൊന്നും കഴിയില്ല. അത് കേടാവാൻ ചാൻസ് ഒക്കെ ഉണ്ട്. കാരണം അറിയാലോ, അത്രയും വില ഒന്നും ഇല്ലാത്ത വാച്ചാകും. നമുക്ക് ഗ്യാരണ്ടി പറയാൻ കഴിയില്ല. പക്ഷേ വാട്ടർ പ്രൂഫാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ ഈ കാണുന്ന പോയിൻ്റ് ചാർജിങ് പോയിൻ്റാണ്. ഈ ചാർജിങ്ങിൻ്റെ ഇത് മാഗ്നറ്റിക്കാണ്. നമുക്ക് ഇതിൻ്റെ അടുത്തൂടെ ഇത് ഒന്ന് വെറുതെ പോയി കഴിഞ്ഞാൽ തന്നെ അത് പിടിച്ചോളും. നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ എന്തായാലും ആ മാഗ്നറ്റിൻ്റെ ഓപ്പോസിറ്റ് അടിക്കും, നമുക്ക് അതിൽ വെക്കാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് നോർമലി ഇങ്ങനെയാണെങ്കിൽ അത് നമുക്ക് നേരെ പിടിച്ചോളും. എവിടെയാണോ USB ഇത് കണക്ട് ചെയ്താൽ മതി, ചാർജിങ് എളുപ്പമാകും. ഒരു സമയം ചാർജ് ചെയ്താൽ നമുക്ക് റഫ് യൂസിങ് ആണെങ്കിൽ ഇത് ഒരു ദിവസം 6-8 മണിക്കൂർ വരെ ഇത് നമുക്ക് റഫായിട്ട് യൂസ് ചെയ്യാം. അതിൻ്റെ അർത്ഥം ഒരു ദിവസം ഫുള്ളായിട്ട്, ഒരു ദിവസം ഒരു നേരം ചാർജ് ചെയ്താൽ മതി. എല്ലാ ഫംഗ്ഷനും നല്ല മൾട്ടിമീഡിയ ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ മാത്രം. ഇതിൽ നമ്മൾ നോർമൽ ഒരു ഉപയോഗം, സാധാരണ വാച്ച് പോലെ ഉപയോഗിക്കുകയാണ്, ഒന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു 3-4 ദിവസം ചാർജ് നിൽക്കാൻ ചാൻസ് ഉണ്ട്. ഞാൻ പൂർണ്ണമായിട്ട് യൂസ് ചെയ്ത് നോക്കിയില്ല. ഇതിൻ്റെ ഫംഗ്ഷൻ അങ്ങനെയാണ് കാണിക്കുന്നത്, ഡീറ്റെയിൽസ് കാണിക്കുന്നത്. അതുപോലെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്താൽ 12 മണിക്കൂർ തുടർച്ചയായിട്ട് കിട്ടും. അതുപോലെ ഹെവി ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിലും 6-8 മണിക്കൂർ വരെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ അർത്ഥം ഒരു ദിവസം ഒരു നേരമൊക്കെ ചാർജ് ചെയ്താൽ മതിയാവും. ഈ സ്ക്രോൾ ബട്ടണിൽ നമുക്കിതിൻ്റെ ഫേസ് ഇങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. W26 ആകുമ്പോൾ നമുക്കിത് ഇങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇത് W26 മാത്രമുള്ള വാച്ചും സീരീസും ഇതിലുണ്ട്. അതിൽ നമുക്ക് ഈ ഒരു സംവിധാനം മാത്രമല്ല, ആ ഒരു വ്യത്യാസമേ രണ്ടും തമ്മിൽ കാണുന്നുള്ളൂ. ചെറിയ പ്രൈസിലും ഇത് കുറച്ച് കൂടുതലാണ്, പ്ലസ് കൂടുതലും മറ്റേത് കുറവുമാണ്. അതുപോലെ ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. എല്ലാ ഫങ്ഷനിലും നമുക്കൊരു വീഡിയോയിൽ പറയാൻ കഴിയില്ല. എങ്കിലും സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉള്ളവർക്ക് അല്ലെങ്കിൽ സ്പോർട്സിനായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് ഇത് വളരെയധികം ഉപകാരപ്രദമായ ഒന്നാണ്. കാരണം ഓരോ സ്റ്റെപ്പും ഇതിൽ അളക്കാൻ കഴിയും, BP ചെക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നുണ്ട് ഇതിൽ പ്രത്യേകം, ആ കാര്യങ്ങളൊക്കെ ഇതിൽ ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് മെസ്സേജ് വായിച്ചെടുക്കാൻ പറ്റും, കോള് സ്വീകരിക്കാൻ പറ്റും, അങ്ങോട്ട് കോൾ ചെയ്യാൻ പറ്റും, ഇൻകമ്മിങ് ഔട്ട് ഗോയിങ്ങും ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്കിതിൽ സംസാരിക്കാം. നമുക്ക് ഫോൺ ഉപയോഗിക്കാതെ തന്നെ ഇതിൻ്റെ സൈഡിൽ ഇതിൻ്റെ ഈ സൈഡിൽ ഇത് സ്പീക്കറുണ്ട്. ഇവിടെ നമുക്ക് ഒരു അത്യാവശ്യം ഒരാൾക്ക് കേൾക്കേണ്ട രീതിയിൽ ഇതിൽ നമുക്ക് കോള്
അറ്റൻഡ് ചെയ്യാൻ കഴിയും. നമുക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാനും പറ്റും. മൈക്ക് വിത്ത് മൈക്കാണ്. ഇതിൻ്റെ ബാക്ക് കണ്ടില്ല നിങ്ങൾ, എന്തോ ഒരു ഭംഗിയാണെന്നറിയാം. ബാക്ക് ഏറ്റവും സ്റ്റൈലാണ് ഇതിൻ്റെ ബാക്ക്. പക്ഷേ ബാക്ക് സ്റ്റൈൽ കൂടിയിട്ട് കാര്യമില്ല, എങ്കിലും ഒരു അടിപൊളി ഭംഗി തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. സിലിക്കോണാണ് ഇതിൻ്റെ മെറ്റീരിയൽ. ഇത് നമുക്കിതാ ഇങ്ങനെ ഇളക്കിയെടുക്കാൻ പറ്റും. ഇത് സൈഡിലേക്ക് നീക്കി കഴിഞ്ഞാൽ അത് ഊരിയെടുക്കാൻ പറ്റും. ഏത് കളർ വേണമെങ്കിലും നമുക്ക് വീണ്ടും ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇതിൻ്റെ ഈ ചാർജിങ് കേബിൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇത് പോയി കഴിഞ്ഞാലും പ്രശ്നമില്ല, നമുക്ക് എത്ര വേണമെങ്കിലും ഇത് എല്ലാ മൊബൈൽ ഷോപ്പിലും അവൈലബിൾ ആണ്. ഇതിൻ്റെ പർച്ചേസിങ് ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് താഴെ കൊടുക്കുന്നതാണ്, വാട്സാപ്പ് നമ്പറും മറ്റ് അഡ്രസ്സുകളും. പിന്നെ മൊബൈലിനുമായി കണക്ട് ചെയ്താൽ കാണിക്കാം. കണക്ട് ചെയ്താൽ മൊബൈലിൻ്റെ ഒരുവിധം ഫംഗ്ഷനൊക്കെ ഇതുവഴി യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. മൊബൈലിൻ്റെ ക്യാമറ പോലും ഇതിൽ ഓൺ ചെയ്തിട്ട് ഫോട്ടോ നമുക്ക് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും. അത് സോഫ്റ്റ്വെയർ M-Active എന്ന സോഫ്റ്റ്വെയർ കണക്ട് ചെയ്താൽ അതുവഴി നമുക്ക് ക്യാമറ യൂസ് ചെയ്യാൻ പറ്റും. ഇതിൽ ക്യാമറ ഇല്ല, പക്ഷേ ഇതൊരു സ്വിച്ചായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ക്യാമറ നമുക്ക് സ്റ്റിൽ എടുക്കാൻ പറ്റും. അത് നല്ലൊരു യൂസ്. M-Active എന്ന ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമുക്കിത് ഫൈൻഡ് ഡിവൈസ് കൊടുത്തു കഴിഞ്ഞാൽ ആഡ് ഡിവൈസ് സെർച്ച് ചെയ്യുമ്പോൾ വാച്ച് കാണിക്കും. ഓക്കെ, വളരെ സിമ്പിളാണ്. കണക്ട് ചെയ്യാം. കണക്റ്റഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലിപ്പം നമ്മളിപ്പോൾ ഫോട്ടോസ് ഫോട്ടോ എടുക്കണമെങ്കിൽ മൊബൈൽ ക്യാമറയിൽ നമുക്ക് ഈ വാച്ചിൽ പ്രസ് ചെയ്താൽ മതി. ക്യാമറ ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. കാൽക്കുലേറ്റർ ഉണ്ട്. നമുക്ക് ഒരു നല്ല രീതിയിൽ തന്നെ കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റും. മൊബൈലിൻ്റെ സഹായമൊന്നും വേണ്ട. അതേപോലെ ഇതിപ്പോൾ പെട്ടെന്ന് ഇതിൻ്റെ ടൈം നമുക്ക് ഡിസ്പ്ലേ ടൈമിംഗ് ഒക്കെ ഇതിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. സെറ്റിങ്സ് പോയിട്ട് ക്ലോക്ക്, സൗണ്ട്, വോളിയം കൂട്ടാൻ പറ്റും. റിംഗ് ടോണിൻ്റെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഏതിൽ വേണമെങ്കിലും ഇതിൽ യൂസ് ചെയ്യാം, അല്ല നമുക്ക് ടച്ച് ആയിട്ട് എങ്ങനെ യൂസ് ചെയ്യാം. അപ്പോൾ ഇതിലെ സ്പീക്കർ കാര്യങ്ങളുണ്ട്. ഫോണിൽ നമുക്കിത് കോൾ ചെയ്യാനും പറ്റും, കോൾ എടുക്കാൻ പറ്റും, മെസ്സേജ് വായിക്കാൻ പറ്റും. പിന്നെ അതുപോലെ വാട്സപ്പ് വഴി നമുക്കിത് കോൺടാക്ട് ചെയ്യാൻ പറ്റും. വാട്സപ്പ് യൂസ് ചെയ്യാൻ പറ്റും. ഡ്രൈവിങ്ങിൽ അല്ലെങ്കിൽ ജോഗിങ്ങിനൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ മൊബൈൽ ഏതെങ്കിലും അതിൻ്റെ ഒരു പരിസരത്ത് ഉണ്ടായാൽ മതി. അപ്പോൾ നമുക്ക് ആ ഒരു മീറ്ററിൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. കാരണം മൊബൈൽ ഇങ്ങനെ എപ്പോഴും അടുത്ത് വെക്കേണ്ട. നമുക്ക് എക്സസൈസ് ഒക്കെ ചെയ്യുന്നവർക്ക് വളരെ ഈസി ആയിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഡ്രൈവ് ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. കാരണം ഇതിൽ നിന്ന് സൗണ്ട് വരും. നമുക്ക് ഫോൺ ചെയ്യാൻ സൗണ്ട് ഔട്ടായിട്ട് വരും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഡ്രൈവ് ചെയ്യുന്ന സമയത്തിന് ഇത് സംസാരിക്കാൻ പറ്റും. ഇതിൻ്റെ ഈ സ്ട്രാപ്പ് നമുക്ക് മാറ്റാൻ പറ്റും. കാരണം ഇതിങ്ങനെ എടുത്തിട്ട് മറ്റൊന്ന് വെക്കാൻ പറ്റും. അപ്പം വിപണിയിൽ അവൈലബിൾ ആണ് ഇതിൻ്റെ കളേഴ്സ് ഒക്കെ. അപ്പം ഏത് കളർ വേണമെങ്കിലും നമുക്കിത് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതുപോലെ യൂസ് ചെയ്യാൻ തോന്നും. നല്ല ഒരു സിലിക്കോൺ മെറ്റീരിയലാണ് ഇതിൻ്റെ സ്ട്രാപ്പ് വരുന്നത്. സിലിക്കോണിലാണ്. നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ അടിപൊളി ഭംഗി. നമുക്കൊരു ആർക്കും ഒന്ന് സ്വന്തമാക്കണം തോന്നും. ഇത് ഒറിജിനലാണ് എന്ന് തന്നെ തോന്നിപ്പിക്കുന്ന രീതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ ഫുൾ ഡിസ്പ്ലേ. ഇതിൻ്റെ പ്രത്യേകത ഫുൾ ഡിസ്പ്ലേ ആണ്. ഞാൻ സൂം വീഡിയോ മറ്റൊന്ന് കാണിച്ച പോലെ തന്നെ ഫുൾ ഡിസ്പ്ലേ ആണ്. കാരണം നല്ല ടച്ചിങ്, നല്ല സ്മൂത്തായിട്ട് വർക്ക് ചെയ്യും. ഇതിപ്പോൾ സ്ക്രീൻ ഗാർഡ് വെച്ചിട്ടാണ് ഞാൻ സ്ക്രീൻ ഗാർഡ് ഇളക്കിയിട്ടില്ല. ടച്ചൊക്കെ വളരെ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യും. പിന്നെ ഇത് അടിഭാഗമൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്കൊരിക്കലും ഇതൊരു ഈ ചെറിയ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസിന് വേണ്ടി ഞാൻ താഴെ വാട്സാപ്പ് നമ്പർ കൊടുക്കാം. പക്ഷേ ഏകദേശം വരാമെന്ന് പറയുമ്പോൾ 1000-ന് മുകളിലായിട്ട് അല്ലെങ്കിൽ 1500-ൻ്റെ ആ റേഞ്ചിലൊക്കെയാണ് ഇതിൽ സീരീസ് പലതുണ്ട്. 26+ ആണ് ഇപ്പോൾ ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പ്ലസ് അല്ലാത്തതൊന്നുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്കിതിൻ്റെ ഫേസ് ഇങ്ങനെ ഇതിൽ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു സ്ക്രോൾ ചെയ്താൽ തന്നെ ഇതിൻ്റെ ഫേസ് ഇങ്ങനെ മാറ്റി വെക്കാൻ പറ്റും. ഏത് രീതിയിൽ നമുക്ക് വേണമെങ്കിലും വെക്കാൻ പറ്റും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊന്നും ചിലപ്പോൾ ഇത് ഉപയോഗിച്ചോളണമെന്നില്ല, ചിലർ ഉപയോഗിക്കും. ഓക്കെ, പക്ഷേ ഇതിൻ്റെ ഏറ്റവും പ്രധാനം ഇതിൻ്റെ സ്റ്റൈലാണ്. ആർക്കും യൂസ് ചെയ്യാൻ പറ്റും. കോമൺ യൂസിങ് ആണ്. അല്ലാണ്ട് ഇത് ആണുങ്ങൾക്ക് മാത്രം പെണ്ണുങ്ങൾക്ക് മാത്രം അങ്ങനെയൊന്നുമില്ല. കുട്ടികൾക്കൊക്കെ എല്ലാവരുടെ കയ്യിലും ഇത് വളരെയധികം സ്യൂട്ടാവും. അത്രയും നല്ല ക്യൂട്ട്. ഇതിൽ കളേഴ്സ് പലതും ലഭ്യമാണ്. മാർക്കറ്റിൽ പല കളറും ഉണ്ടെങ്കിൽ ഏറ്റവും ഭംഗി എനിക്ക് തോന്നുന്നത് ബ്ലാക്കാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഏതായാലും ഈ സ്റ്റൈലൻ വാച്ച് എല്ലാവരും ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. അത്രത്തോളം ഫീച്ചേഴ്സ് ഉണ്ട്. അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും വരാം. ബൈ.